ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി മെറ്റീരിയൽസ്. ഇത് നമ്മൾ നത്താനിയൽ ഹോത്തോണിൻ്റെ ദ ബർത്ത് മാർക്ക് എന്ന സ്റ്റോറിയുടെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് നോക്കുന്നത്. സോ മൂവിങ് ടു ദി സ്റ്റോറി. ഫസ്റ്റ്, about author. Nathaniel Hawthorne is an American writer best known for his novel The Scarlet Letter. He is considered one among the 19th century American romantics. His collection of stories, Twice Told Tales, brought him popularity. Two of his other popular novels are The House of the Seven Gables and The Blithedale Romance. A large part of his work is inspired by the Puritans and their concept of sin and evil. His writings thus contain symbolism and deep psychological themes. ദ സ്കാർലറ്റ് ലെറ്റർ എന്ന നോവലിൻ്റെ പേരിലാണ് നഥാനിയൽ ഹോത്തോൺ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഏറ്റവും അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ കാൽപ്പനിക എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. തൻ്റെ ട്വൈസ് ടോൾഡ് സ്റ്റോറീസ് അദ്ദേഹത്തെ ജനപ്രിയനാക്കി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജനപ്രിയ നീണ്ട കഥകളാണ് ദ ഹൗസ് ഓഫ് ദി സെവൻ ഗാബിൾസ്, ദ ബ്ലിത്ത്ഡേൽ റൊമാൻസ് എന്നിവ. അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും പ്യൂരിറ്റിയൻസിൻ്റെ പാപം, തിന്മ എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. പ്രതിബിംബങ്ങളും പ്രതീകാത്മകതയും മനഃശാസ്ത്രപരമായ പ്രമേയങ്ങളുമാണ് ഹാത്തോണിൻ്റെ കൃതികളുടെ മുഖമുദ്രകൾ. മൂവിങ് ടു ഇൻട്രൊഡക്ഷൻ ടു സ്റ്റോറി. The story, The Birthmark, shows the mastery of Hawthorne over the craft of writing. The protagonist is Aylmer, a man of scientific temperament. He marries the beauty Georgiana but finds in her defect the small birthmark on her cheek. To make her perfect, he tries to use scientific methods to get rid of the birthmark. What then ensues is a tale of tragedy. The story thus highlights our overconfidence in the power of science. എഴുത്ത് എന്ന കലയുടെ മേൽ ഹാത്തോണിനുള്ള സ്വാധീനം സ്പഷ്ടമാക്കുന്ന ഒരു കഥയാണ് ദ ബർത്ത് മാർക്ക്. ശാസ്ത്രീയ മനോഭാവമുള്ള എയ്ൽമർ ആണ് ഇവിടെ കഥാനായകൻ. അതിസുന്ദരിയായ ജോർജിയാനയെ അയാൾ വിവാഹം കഴിക്കുന്നു. എന്നാൽ അവളിലൊരു ചെറിയ കുറവ് അയാൾ കാണുന്നു. അത് മാറ്റുന്നതിനായി പല ശാസ്ത്രീയ രീതികളും അയാൾ അവലംബിക്കുന്നു. എന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഒരു ദുരന്ത കഥയാണ്. ശാസ്ത്രത്തിൽ നാം അർപ്പിക്കുന്ന അമിത വിശ്വാസമാണ് കഥാകൃത്ത് ഇവിടെ വിളിച്ചെത്തു കൊണ്ടിരുന്നത്. Next, moving to the summary of the story. Aylmer was a scientist whose first love was his work. He set aside his works to woo a beautiful woman named Georgiana. They soon got married and he brought her to his home. One day, soon after his marriage, he contemplated the birthmark on Georgiana's cheek and asked her in a troubled tone if it had never occurred to her to have it removed. She replied in this negative. Then Aylmer told her it made her perfect beauty and shocked him. To this, Georgiana replied that he shouldn't have married her if it had shocked him. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എയ്ൽമറിൻ്റെ ആദ്യാനുരാഗം ശാസ്ത്രത്തോടായിരുന്നു. എങ്കിലും അതിസുന്ദരിയായ ജോർജിയാനയെ പ്രേമിക്കുന്നതിനായി അയാൾ പണിയൊക്കെ മാറ്റിവെച്ചിരുന്നു. ഒടുവിൽ അയാൾ അവളെ വിവാഹം കഴിക്കുകയും തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അയാൾ അവളുടെ കവളിലെ ജന്മനാ ഉള്ള ഒരു മറുക് നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു, അത് മാറ്റുന്നതിനെക്കുറിച്ച് അവൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല എന്നായിരുന്നു അവളുടെ മറുപടി. അത് അവളുടെ സൗന്ദര്യം നശിപ്പിക്കുന്നു എന്നും അത് തന്നെ ഞെട്ടിപ്പിക്കുന്നു എന്നും അപ്പോൾ അയാൾ അവളോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ തന്നെ എന്തിനു കെട്ടിയെന്നായി അവൾ. നെക്സ്റ്റ്, ഹൗ ഓതർ ഡിസ്ക്രൈബ്സ് ബർത്ത് മാർക്ക്. നമ്മുടെ ഓതർ എങ്ങനെയാണ് ഈ ബർത്ത് മാർക്കിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നോക്കാം. The birthmark was a small one that looked as if it was in the shape of a tiny hand. When she blushed, it vanished. But when she was pale, it was quite visible. Her former lovers had said that at birth a fairy had placed its hand that causing the birthmark appear. Aylmer was of the opinion that the birthmark marred her otherwise perfect beauty. Every day it seemed more and more oppressive to him. ഒരു ചെറിയ കൈയുടെ രൂപമായിരുന്നു ആ മറുകിന്. അവൾ നാണം കുണുങ്ങി മന്ദസ്മിതം തൂക്കുമ്പോൾ അത് മാഞ്ഞു പോവുകയും എന്നാൽ മുഖം വിവരണമാകുമ്പോൾ അത് പ്രകടമാകുകയും ചെയ്യും. ജനന സമയത്ത് ഒരു ദേവത അവളുടെ കവളിൽ കൈവച്ചപ്പോഴാണ് ആ അടയാളം അവിടെ രൂപപ്പെട്ടത് എന്ന് പഴയ കാമുകന്മാർ പലരും അവളോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും ആ മറുക് എയ്ൽമറിനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. About the terrible dream. One night, Georgiana herself put forth the topic by asking if he had any recollection of the dream about the birthmark he had the previous night. Aylmer then recollected the dream where he was attempting to remove the birthmark. But the more he tried, the deeper it went, till it reached her heart from which he took it out. He looked his wife with the guilty feeling of the dream. അപ്പോൾ ഇത് എയ്ൽമർ കണ്ട ഒരു ടെറബിൾ ഡ്രീമിനെ കുറിച്ച് ജോർജിയാന ചോദിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. തലേരാത്രി ആ മറുകിനെ സംബന്ധിച്ച് അയാൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ജോർജിയാന എയ്ൽമറിനോട് ചോദിക്കുകയാണ്. എയ്ൽമർ ആ സ്വപ്നത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർത്തു. ഭാര്യയുടെ കവളിലെ മറുകു മാറ്റുവാൻ അയാൾ ശ്രമിക്കും തോറും കൂടുതൽ ആഴത്തിലേക്ക് അത് പോയി. ഒടുവിൽ അത് അവളുടെ ഹൃദയം വരെ എത്തി. അവിടെ നിന്നും ഒടുവിൽ അയാൾ നീക്കം ചെയ്യുകയും ചെയ്തു.
കുറ്റബോധത്തോടെ സ്വപ്നത്തെപ്പറ്റി ഓർത്തുകൊണ്ട് അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. What persuades Georgiana to submit herself to the procedure for removing her birthmark? Georgiana liked Elmer very much and could be said to have felt the same for her. But for Elmer, the birthmark on her face somehow marred what he otherwise considered her perfect beauty. In such a situation, he felt that he needed to turn science to remove what seemed to weigh on his mind. Seeing Elmer contemplate on her small defect, Georgiana felt that it would be best to rid herself of the birthmark. She came to this conclusion after seeing the way her husband reacted whenever he saw the birthmark. This is how Georgiana came to submit herself to procedure for the removing her birthmark. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. അതായത് ജോർജിയാന എങ്ങനെയാണ് ബർത്ത് മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ച്, ആ പ്രൊസീജിയറിന് വേണ്ടി എങ്ങനെ സമ്മതിച്ചു എന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. ജോർജിയാനക്ക് ഏൽമറിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷേ ഏൽമറിനാണെങ്കിലോ ആ മറുക് ഒഴിച്ച് അവളൊരു പെർഫെക്റ്റ് ബ്യൂട്ടി തന്നെയായിരുന്നു. ആ മറുക് എന്തോ അവളുടെ ഭംഗിയെ മറക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ അയാൾ ചിന്തിച്ചു അയാളുടെ സയൻസിനെ ഉണർത്താം, ഈ ബർത്ത് മാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി അയാളുടെ സയൻസിനെ ഇവിടെ കൊണ്ടുവരാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ ഒരു പിടിവാശിയും ഈ കാര്യങ്ങളൊക്കെ എയിൽമർ നടത്തുന്നത് കണ്ടത്, അതായത് അവളുടെ ചെറിയൊരു ഡിഫക്റ്റിന് വേണ്ടി അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ജോർജിയാന വിചാരിച്ചു, ശരിയാ, എൻ്റെ അന്ന് ഈ മുഖത്തുള്ള ബർത്ത് മാർക്ക് എങ്ങനെയാലും നീക്കം ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ, അതായത് ഈ ചെറിയൊരു ബർത്ത് മാർക്ക് കണ്ടിട്ട് തൻ്റെ ഹസ്ബൻഡ് കാണിക്കുന്ന റിയാക്ഷൻ കണ്ടിട്ടാണ് ജോർജിയാന അവസാനം ഈ ബർത്ത് മാർക്ക് റിമൂവ് ചെയ്യാമെന്ന ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. നെക്സ്റ്റ്, റിമൂവൽ ഓഫ് ദ ബർത്ത് മാർക്ക്. For the removal of birthmark, Elmer and his wife secluded themselves in the wing where his laboratory was situated. As Georgiana was crossing the threshold, her husband looked at the birthmark and shivered. Seeing this, she faltered and fell down unconscious. When Georgiana there, she was enchanted by rich decorations in the rooms as well as the books of Elmer. Elmer also showed her some of the scientific wonders from his laboratory. In between, he would disappear into his laboratory to continue with his experiment to achieve the result he desired, the removal of birthmark. ഇനി മറുക് മാറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മറുക് മാറ്റണം എന്ന ലക്ഷ്യത്തോടെ തൻ്റെ പരീക്ഷണശാലയുടെ ഒരു ഭാഗത്തേക്ക് അവർ രണ്ടുപേരും മാറി. വാതിൽപ്പടി അവൾ കടക്കുമ്പോൾ മറുക് നോക്കിക്കൊണ്ട് അയാൾ വിറച്ചു. അപ്പോൾ അവൾ ഇടറുകയും ബോധരഹിതയാകുകയും വീഴുകയും ചെയ്തു. ബോധം വീണപ്പോൾ ഭർത്താവിൻ്റെ മുറിയിലെ അലങ്കാരപ്പണികളും പുസ്തകങ്ങളും കണ്ട് ജോർജിയാന അത്ഭുതം കൂറി. തൻ്റെ പരീക്ഷണശാലയിലെ പല വിസ്മയങ്ങളും അയാൾ അവളെ കാണിച്ചു. ഇടയ്ക്കിടെ അയാൾ ലാബിലേക്ക് പിൻവാങ്ങുകയും തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ തുടരുകയും ചെയ്തു. After she once sang for him, she followed Elmer into the laboratory. There she came upon his helper Aminadab. She also saw that Elmer was not self-assured but tensed whatever about to perform the experiment on Georgiana. Elmer finally told his wife that he was not confident of the outcome of the experiment. After leading her back to rooms, Elmer continued with the experiment and finally produced a liquid for Georgiana to drink, which he gave to her and which she drank without hesitancy. ഒരിക്കൽ അയാൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയതിനു ശേഷം അവൾ ലാബിലേക്ക് അയാളെ പിന്തുടർന്നു. അയാളുടെ സഹായിയായ അമിനദാബ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എയിൽമറിന് ആത്മവിശ്വാസക്കുറവുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അയാൾ പിരിമുറുക്കത്തിലുമായിരുന്നു. പരീക്ഷണത്തിൽ വിജയത്തെക്കുറിച്ച് തനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് ഒടുവിൽ അയാൾ അവളോട് തുറന്നു പറഞ്ഞു. അവളെ അവളുടെ മുറിയിലേക്ക് പറഞ്ഞുവിട്ടതിന് ശേഷം എയിൽമർ തൻ്റെ പരീക്ഷണങ്ങളിൽ മുഴുകി. ഒടുവിൽ അവൾക്ക് കുടിക്കുവാനായി ഒരു ദ്രാവകം അയാൾ കൊടുത്തു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജോർജിയാന അത് പാനം ചെയ്യുകയും ചെയ്തു. She then fell asleep as Elmer observed her. Slowly, the birthmark faded till it was almost invisible. Elmer was excited by this result, but Aminadab laughed at him. Georgiana then awoke and looked in the mirror with happiness. Then she turned with troubled eyes to her husband and told him she was dying. Thus ends the tales of the birthmark. ഉടൻ തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഏൽമർ സൂക്ഷ്മമായി മറുകു നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒട്ടും തന്നെ കാണാൻ വയ്യാത്ത വിധം അത് സാവധാനം അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഏൽമർ തൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് ആവേശം കൊണ്ടെങ്കിലും സഹായിയായ അമിനദാബ് അയാളെ പരിഹസിക്കുകയാണ് ചെയ്തത്. ജോർജിയാന ഉണർന്ന് കണ്ണാടിയിലേക്ക് സന്തോഷത്തോടെ നോക്കി. ഉടൻ തന്നെ അസ്വസ്ഥമായ നയനങ്ങളോടെ തൻ്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് താൻ മരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവളുടെ കവളിലെ മറുകിൻ്റെ കഥ അങ്ങനെ അവസാനിച്ചു.